കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. റെഡ് അലർട്ട് തുടരുകയാണ്. 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിര വീശിയടിക്കാമെന്നാണ് വിലയിരുത്തൽ. മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്ത് നിന്നും വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ കള്ളക്കടൽ മുന്നറിയിപ്പ് തുടരുകയാണ്. ഏത് രീതിയിലാണ് തിരുവനന്തപുരത്തെ മുന്നൊരുക്കങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് വലിയതുറയിലാണ്. കഴിഞ്ഞ തവണ ഈ കള്ളക്കടൽ പ്രതിഭാസമുണ്ടായപ്പോൾ പൊഴിയൂരും പൂവാറും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ മത്സ്യബന്ധന യാനങ്ങൾ അത് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് രാത്രി 10:30 മണി മുതൽ ഒരു കാരണവശാലും കടലിൽ പോകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ മുതലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. റെഡ് അലർട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. നാളെ രാത്രി 11:30 വരെയാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിര ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് ഇടയ്ക്കിടെ ഇപ്പോൾ ഈ പ്രതിഭാസം ഉണ്ടാകുന്നുണ്ടല്ലോ, നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നു? മുമ്പ് ഇതുപോലെ അല്ലായിരുന്നു. ഇപ്പൊ ഒരു 6-7 മാസത്തിന്റെ ഇടയ്ക്ക് ചുമ്മാ ഇതുപോലെയാണ്. അത് കാരണമാണ് ഇപ്പൊ വള്ളക്കാർക്ക് പോലും ആർക്കും പണിക്ക് പോകാൻ പറ്റാതെ ഇവിടെ മൊത്ത വെള്ളവും ഈ ഗവൺമെന്റ് ഇതെല്ലാം ഇപ്പൊ അനുസരിക്കുകയാണ്. എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ പിന്നെ ഗവൺമെന്റ് അത് ബുദ്ധിമുട്ട് പറയുന്നത് കൊണ്ട് അതനുസരിച്ച് അതുകൊണ്ടാണ് ഒന്നും പണിക്ക് പോകാതെ കണ്ടില്ലേ. ഇപ്പൊ എല്ലാ വള്ളങ്ങളും ഇത് പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടാണ്, അവിടെയാണ് എല്ലാ വള്ളങ്ങളും കയറ്റി വെച്ചിരിക്കുന്നത്. ഇത് കാരണം അനേകം വീടുകൾ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളെല്ലാം പട്ടിണിയിലാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ തന്നെ ഈ കള്ളക്കടലിന്റെ ഇത് പിന്നെ വർദ്ധിച്ചു വരുന്ന ചൂട് കാരണം മത്സ്യം ലഭിക്കാതായി. അങ്ങനെ ഈ ചാകര തന്നെ കുറെ കാലമായി കേട്ടിട്ട് ഒരു 8 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. മീന്റെ വലിയ അളവൊന്നും ഇവിടെ കാണുന്നില്ല. വളരെ കുറഞ്ഞ ഇത് തന്നെ കിട്ടുന്നത് ചെലവിന് മണ്ണെണ്ണയ്ക്കും പെട്രോളിന് വരുന്നുള്ളു. അല്ലാതെ വേറെ ഒരു ഉപയോഗം ഇല്ലാതെയാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. കൂടുതലും ഇപ്പം ഈ കള്ളക്കടലിന്റെ ഇതും ഇന്നലെയും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, നാളെ വരെ പണിക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അതനുസരിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഇപ്പൊ ചൂട് തന്നെയാണ്. ഇത് നിങ്ങൾ കടലിൽ പോകുമ്പോഴും ചൂടാണോ? ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എക്സാമ്പിള് മുകളിൽ ടാങ്കിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുന്നത്, ആ വെള്ളം തന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അടിച്ചപ്പോൾ എന്തുമാത്രം ചൂട്. അതിനേക്കാളും കൂടുതൽ ചൂടാണ്. ചൂടാകുമ്പോൾ ഈ മത്സ്യങ്ങൾ ഇവിടെ കിട്ടുന്ന ഇപ്പൊ 2 കിലോമീറ്റർ 4 കിലോമീറ്റർ ഈ സാധാരണക്കാർ ചെറിയ ആൾക്കാർ 4 കിലോമീറ്റർ 5 തുറന്ന് പോകുന്നവരുണ്ട്, ചെറിയ ചെല്ല് പോകുന്നവരുണ്ട്. അവർക്കിപ്പം പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഈ നിലയ്ക്കാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്. ഈ വീടുകളിൽ വെള്ളം കയറി വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇവർ പറയുന്നതാണ്. അതായത് നമുക്ക് ഈ കാലവർഷത്തിന്റെ സമയത്ത് സാധാരണ കടൽക്ഷോഭം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ഈ കടൽ ഭിത്തിയൊക്കെ മറികടന്ന ആ സമയത്ത് കടൽ കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കള്ളക്കടൽ പ്രതിഭാസം അങ്ങനെയുള്ള ഒരു സാഹചര്യം കൊണ്ടല്ല, മറിച്ച് വേനൽക്കാലത്ത് കടൽ ഉള്ളിലേക്ക് വലിയുകയും പിന്നീട് അതിശക്തമായി തിരയടി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അത് അന്തരീക്ഷ ഊഷ്മാവിൽ പ്രത്യേകിച്ച് കടലിൽ ഈ ചൂട് വർദ്ധിക്കുന്നത് തന്നെയാണ് കാരണം. അത് ഈ ആഗോളതാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾ ഇതെല്ലാം തന്നെ ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നു. പണ്ടും കള്ളക്കടൽ പ്രതിഭാസമുണ്ട്. അത് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ വേനൽക്കാലത്ത് ചില വർഷങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് തുടരെ അടിക്കടി വരുന്ന ഒരു സാഹചര്യം അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അശ്വതി, കാണാം ഈ ബോട്ട് വള്ളങ്ങളൊക്കെ അവർ കയറ്റിയിടുകയാണ്. ഈ തീരശോഷണത്തിന് ഇത് കാരണമാകുമെന്ന് വായിച്ചിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നത് എന്താണ്? മൊത്തത്തിലൊരു ദുരിതം തീരത്തിനുണ്ടല്ലേ ഈ വിഷയത്തിൽ? തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ് തീരശോഷണം ഉൾപ്പെടെ. അത് നേരത്തെ ഈ തീരശോഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള സമരവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് എല്ലാ സ്ഥലങ്ങളിലും കേരള തീരത്താകെ തന്നെയും തീരശോഷണം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഈ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ കടൽ ഭിത്തികൾ കിട്ടുന്നില്ല. ആഗോളതാപനത്തിന്റെ ഫലമായി കടൽ കയറ്റമുണ്ടാകുന്നു. അത് സമുദ്രത്തിൽ ജലനിരപ്പ് ഉയരുന്നതാണ്, കൂടുതൽ ആകുന്നതാണ് ഇത്തരത്തിലുള്ള കടൽക്ഷോഭത്തിന് കാരണം അല്ലെങ്കിൽ കടൽ കയറ്റത്തിന് കാരണമായി പൊതുവിൽ കണക്കാക്കുന്നത്. പുലിമുട്ട് നിർമ്മാണമാണ് ഇതിനുള്ള ഒരു നടപടി. പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു നടപടി എന്നത് പുലിമുട്ട് നിർമ്മാണമാണ്. പക്ഷേ പലയിടങ്ങളിൽ നമുക്കറിയാം പൊഴിയൂരൊക്കെ കാണുന്നൊരു സാഹചര്യമാണ്. തീരം പോകുന്നു, അതിനുശേഷം റോഡ് നഷ്ടപ്പെടുന്നു, അതിനുശേഷം വീടുകൾ ഒന്നൊന്നായി കടലെടുത്തു പോകുന്ന കാഴ്ച. അവിടെ 2-3 വരി വീടുകൾ തന്നെ
കടലെടുത്ത് പോകുന്ന സ്ഥിതിയുണ്ട്. വലിയ തുറയിൽ അങ്ങനെ ഒരു പ്രതിഭാസം, ശംഖുമുഖത്ത്, വലിയ വേളിയിൽ, വെട്ടുകാട് തുടങ്ങി പല പ്രദേശങ്ങളിൽ ഈ തരത്തിൽ വീടുകൾ തകർന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതാണെങ്കിൽ മഴക്കാലമാകുമ്പോൾ ഈ കടൽക്ഷോഭം മറ്റൊരു തരത്തിലാണ്. മൺസൂണിന്റെയൊക്കെ സമയത്ത് വലിയ തോതിൽ കടൽ കയറുന്ന സാഹചര്യം. അപ്പോഴും ഈ പ്രതിസന്ധിയുണ്ട്. ബീച്ചുകളൊക്കെ നഷ്ടപ്പെട്ടു. നമുക്ക് ഏറ്റവും പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നത് ശംഖുമുഖവും ഈ നമ്മൾ നിൽക്കുന്ന വലിയ തുറയുമൊക്കെയാണ്. ഇവിടെ വലിയ വിശാലമായ ബീച്ചുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അത് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ ആ ബീച്ചുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് ഇപ്പോൾ ബീച്ച് എന്ന നിലയ്ക്ക് അവശേഷിക്കുന്നത്. അതുതന്നെ ഈ കള്ളക്കടലോ അല്ലെങ്കിൽ മഴക്കാലമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ബീച്ച് പൂർണ്ണമായും തകരുകയും അതിന് സമീപത്തെ റോഡുകൾ പോലും പൂർണ്ണമായി തകർന്നു പോവുകയും ചെയ്യുന്ന നിലയുണ്ട്. മാത്രവുമല്ല, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ പ്രവചനം ഈ ദിവസങ്ങളിൽ ഇനിയുള്ള 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ, ഏതാണ്ട് 9 ജില്ലകളിൽ ആ നിലയ്ക്കുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. വയനാട്ടിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിലയ്ക്ക് ഒരു വശത്ത് കടൽ കയറ്റം, ഇനി മഴ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ തരത്തിൽ അതീവ ജാഗ്രത കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തീരദേശത്താണ് ഇപ്പോൾ കൂടുതൽ ജാഗ്രത. റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ ഉച്ചഭാഷണിയിലൂടെ ഇവിടെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇന്ന് രാത്രി മുതൽ കടലിൽ പോകരുതെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അശ്വതി, വിനോദ മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെ നമ്മൾ ജാഗ്രത നിർദ്ദേശം നേരത്തെ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് വലിയ തിരിച്ചടിയല്ലേ? ഇത്തരത്തിൽ തുടരെ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഇങ്ങനെ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കേണ്ടി വരിക, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തേണ്ടി വരിക, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ഉപജീവനം കഴിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവധിക്കാലമാണ്, ഒരുപാട് വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്കൊക്കെ എത്തേണ്ട സമയമാണിത്, അല്ലെ? അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, ഈ വേളയാകട്ടെ, ശംഖുമുഖം, വലിയ തുറ, ഈ പ്രദേശങ്ങളിലൊക്കെ ബീച്ച് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഈ പരിസരവാസികളോ അല്ലെങ്കിൽ ശംഖുമുഖത്തൊക്കെ പുറത്തു നിന്നുള്ള ആളുകളൊക്കെയും വരുന്ന ഒരു ടൂറിസം കേന്ദ്രം എന്ന നിലയ്ക്കായിരുന്നു. വലിയ തോതിൽ വരുമാന മാർഗം, നിരവധി കടകൾ, അത് ബീച്ചിനോട് ചേർന്ന് തന്നെ കടകൾ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം തന്നെ ഇപ്പോൾ റോഡിലോട്ട് കയറ്റി വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. ചെറിയ ചെറിയ പെട്ടിക്കടകൾ, അവരുടെ ഒരു വലിയൊരു നമ്മുടെ ഒരു സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടും ആ നിലയ്ക്കുള്ള ഒരു വലിയ ബിസിനസ് നടന്നിരുന്ന ഒരു ഇടമാണ് ഈ ബീച്ചുകളൊക്കെ കേന്ദ്രീകരിച്ച്. പക്ഷെ അതെല്ലാം തന്നെ പോയിരിക്കുന്നു, അതെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് അതിനേക്കാൾ ഗൗരവതരമായ കാര്യമാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അവരുടെ ഉപകരണങ്ങൾ, വള്ളവും വലയും ഉൾപ്പെടെ അവരുടെ തൊഴിലുപകരണങ്ങൾ, അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങളുണ്ട്. മറ്റൊന്ന്, ഈ വീടുകളിൽ വെള്ളം കയറുമ്പോൾ പലപ്പോഴും അപ്രതീക്ഷിതമായി വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണത്തെ കള്ളക്കടൽ അങ്ങനെ ഒരു കാലാവസ്ഥാ പ്രവചനമായി ഉണ്ടായിരുന്നില്ല. സമുദ്ര പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയോ ഒരു മുന്നറിയിപ്പ് ആ സമയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊഴിയൂരിൽ ഉൾപ്പെടെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കുട്ടികളുടെ പുസ്തകം, വസ്ത്രം, അവർ പാകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം തന്നെ കേടായി പോകുന്ന നിലയ്ക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് മാറാൻ കഴിയാത്ത സാഹചര്യം. പിന്നീട് വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ പുറത്തെടുത്ത് വെച്ച് പ്ലാസ്റ്റിക്കിൽ കെട്ടിവെക്കുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു. ആ തരത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവരും വെള്ളമൊക്കെ കയറ്റിയായിരുന്നു, തിരിച്ചു കയറ്റിയായിരുന്നു. പാടാണോ ഇതിപ്പോ ഇങ്ങനെ കടലിൽ ഇറങ്ങുന്നത്? പ്രയാസപ്പെട്ട കാര്യമാണോ? രാവിലെ പറഞ്ഞു, അതുകൊണ്ട് ആരും പേടിച്ചു പോയില്ല. പണിക്ക് പോയിട്ടില്ല? കുറച്ചു പേരേ പോയുള്ളൂ, ബാക്കിയുള്ളവരെ ആരും പേടിച്ചൊന്നും പോയില്ല. ഇന്ന് രാത്രി തൊട്ട് പോരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു രാത്രി 1 മണിക്ക് അലോൺസ് ചെയ്തിട്ട് പോയി, പിന്നെ വെളുപ്പിൽ 3 മണിക്ക് അലോൺസ് ചെയ്തിട്ട് ആരും പോകണ്ടെന്ന് പറഞ്ഞു. ഈ നിലയ്ക്കാണ് അശ്വതി. അതായത് ഇവിടെ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ പോകരുതെന്ന ജാഗ്രതാ നിർദ്ദേശമാണ്. കള്ളക്കടൽ ഒരുപക്ഷെ കടൽ ഉള്ളിലേക്ക് വലിയില്ല, അല്ലാതെ തന്നെ ശക്തമായ തിരയുണ്ടാകും. ഇപ്പോൾ ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിൽ തിരയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പായി ഉള്ളത്. അത് പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് വരികയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ വള്ളങ്ങളൊക്കെയും നിരത്തി വെച്ചിരിക്കുന്ന ഈ തീരത്തേക്ക് അടിച്ചു കയറുന്ന ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ കടൽ ഉൾവലിയും, ഒരുപാട് ദൂരത്തേക്ക് കടൽ ഉൾവലിഞ്ഞു പോവുകയും പിന്നീട് തിരയടിച്ച് വരികയും ചെയ്യും. അത് ശക്തമായ രീതിയിലാണ്. ഇപ്പോൾ സുനാമി പോലെ അത്രയും ഭീകരമല്ലെങ്കിൽ കൂടിയും നാശനഷ്ടം വിതയ്ക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുതന്നെയാണ് നമ്മുടെ ഈ ചരിത്രം പരിശോധിച്ചാൽ, നേരത്തെ ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രതിഭാസങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഉപകരണങ്ങൾക്കോ വീടുകൾക്കോ ഒക്കെയും കേടുപാട് വരുന്ന അല്ലെങ്കിൽ നാശനഷ്ടം വരുത്തുന്ന തരത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. തീരശോഷണം അതിഗുരുതരമായ ഒരു പ്രശ്നമായി അവശേഷിക്കുന്നു. ബീച്ചുകൾ ഇല്ലാതാകുന്നു, തീരദേശം ഇല്ലാതാകുന്നു. ഇപ്പോൾ തന്നെ വലിയ തുറയിൽ വന്നിട്ടുള്ളവർക്കറിയാം, ഇത് നേരത്തെ ഗ്രൗണ്ടായിരുന്നു, ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അതിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഫുട്ബോൾ പരിശീലനം നടക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം വരെ നേരത്തെ ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നതാണ്. ഇവിടെ നിന്ന് ഒരുപാട് താരങ്ങൾ
കേരള ടീമിൽ ഉൾപ്പെടെ കളിക്കുന്ന തരത്തിലേക്ക് ദേശീയ തലത്തിലേക്ക് വരുന്ന നിലയിൽ വലിയ താരങ്ങളായി വന്ന ആളുകൾ കളിച്ചു വളർന്ന പ്രദേശമാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ ഗ്രൗണ്ട് പൂർണ്ണമായി ഒരു ഭാഗം തകർന്നു പോയിരിക്കുന്നു. ആ ഗ്രൗണ്ടിലേക്കാണ് ഇപ്പോൾ ഈ മത്സ്യബന്ധന യാനങ്ങൾ കയറ്റിവെച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം തീരശോഷണം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന്. അശ്വതി. ശരി, വി വിനോദാണ് വലിയ തുറയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആലപ്പുഴയിലേക്ക് കൂടി പോകാം. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നത്. ശരണ്യ, ആലപ്പുഴയിൽ ഈ കള്ളക്കടലിനെ നേരിടാനുള്ള ഏതൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്? മത്സ്യത്തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ? സമാനമായ തന്നെ റെഡ് അലർട്ടിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ തീരദേശ മേഖലകളിലും കൃത്യമായ ഒരു അറിയിപ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ഒപ്പം തന്നെ നമുക്കറിയാമല്ലോ ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നത് വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്നതാണ്. അവധിക്കാലം കൂടിയായതിനാൽ അത്തരമൊരു തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ്. അവിടെയൊക്കെ തന്നെയും കൃത്യമായ ഒരു നിരീക്ഷണവും ഒപ്പം തന്നെ കടലിലേക്ക് ഇറങ്ങരുന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരു തവണ ഉണ്ടായതുപോലെ ഉള്ള ഒരു പ്രതിസന്ധി കാര്യങ്ങളോ ഒന്നും തന്നെ ആലപ്പുഴയിൽ ഇല്ല എന്ന് പറയാം. കാരണം കടൽ ശാന്തമായി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിൽ എവിടെയെങ്കിലും വെള്ളം കയറുകയോ അല്ലെങ്കിൽ തിരമാലകൾ ഇരച്ചു കയറുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഇന്നലെ സർക്കാരിന്റെ നിർദ്ദേശം ലഭ്യമായതിനെ തുടർന്ന് മത്സ്യബന്ധന യാനങ്ങൾ ഉൾപ്പെടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പുറക്കാടടക്കമുള്ള തീരങ്ങളിൽ കടൽ ഉൾവലിയുകയും പിന്നീട് ഇത്തരത്തിൽ കള്ളക്കടലിന്റെ ഭാഗമായി കടൽ ഇരച്ചു കയറുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു തവണയാണ് അത്തരത്തിൽ ഈ കടൽ കയറുകയും 2 തവണ കടൽ ഉൾവലിയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു സാധാരണ പ്രതിഭാസമല്ല എന്നുള്ളതാണ്. അതായത് വളരെ കുറഞ്ഞ ഇടവേളകളിൽ അത്തരത്തിൽ കടൽ ഉൾവലിയുന്ന സാധാരണ പ്രതിഭാസമല്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ അലർട്ട് ഉണ്ടെങ്കിലും ആലപ്പുഴയുടെ തീരപ്രദേശം ശാന്തമാണ്. ശരി, ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. സമാനമായ അവസ്ഥയാണ് കാസർഗോഡുമുള്ളത്. കാസർഗോഡ് നിന്നും KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് തീരപ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാരങ്ങളെല്ലാം അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബേക്കൽ പള്ളിക്കര ബീച്ച്, ഞാനിപ്പോൾ നിൽക്കുന്ന ഹോസ്ദുർഗ് കൈറ്റ് ബീച്ച്, ഒപ്പം അഴീത്തല തൈക്കടപ്പുറം അഴീത്തല, അതുപോലെ തന്നെ കണ്ണുതീർത്ത ചെമ്പരിക്ക തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് ഈ നിയന്ത്രണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം രാത്രികാലങ്ങളിൽ അതായത് 10 മണിക്ക് ശേഷം ചെറുവള്ളങ്ങളിലും അതുപോലെ തന്നെ യാനങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും വിലക്കുണ്ട്. അത്തരത്തിൽ കൃത്യമായ ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിനെ തുടർന്നുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അടിയന്തര ആവശ്യത്തിനായി ദുരിതാശ്വാസ ക്യാമ്പുകളും കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ റവന്യൂ ഉദ്യോഗസ്ഥരെ ഇതിനായും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം കാലവർഷത്തിലൊക്കെ വലിയ നാശനഷ്ടമാണ് ഈ തീരപ്രദേശങ്ങളിലുള്ളവർ നേരിടുന്നത്. നിരവധി വീടുകൾ ഇത്തരത്തിൽ കടലെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ മേഖലകളിലുള്ളത്. ഈ തലപ്പാടി മുതൽ തൃക്കരിപ്പൂർ വരെ 65ഓളം കിലോമീറ്ററിൽ നീണ്ടുകിടക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശം. ഇവിടങ്ങളിൽ പല സ്ഥലങ്ങളിലും കടൽ ഭിത്തി ഇല്ല എന്നതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് ഈ മേഖലകളിലുള്ളത്. എന്തായാലും അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിലുള്ളവരെ അടിയന്തരമായി ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, KV ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്താണ് ഈ കള്ളക്കടൽ എന്ന പ്രതിഭാസം എന്ന് നമുക്ക് നോക്കാം. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകളാണ് കള്ളക്കടലിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും എന്നുള്ളതാണ്. ഐഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കള്ളക്കടൽ എന്ന പ്രതിഭാസം കാരണം ശക്തമായ കടലാക്രമണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. എന്താണ് കള്ളക്കടൽ? സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെ അല്ലാതെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. അവിചാരിതമായും അസാധാരണമായും പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും. സുനാമി സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സുനാമിയുമായി സാമ്യതകൾ കള്ളക്കടൽ പ്രതിഭാസത്തിനുമുണ്ട്. എങ്കിലും സുനാമിയോളം ഭീകരനല്ല, പക്ഷേ അത്ര നിസ്സാരക്കാരനുമല്ല. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത്. 2018 കേരളത്തിന്റെ തീരദേശ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് കള്ളക്കടൽ ഉണ്ടാക്കിയത്. 100 കണക്കിന് വീടുകളാണ് അന്ന് തകർന്നത്. ഈ സമയത്ത് തീരദേശവാസികളും തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൃത്യമായ ജാഗ്രത പാലിക്കണം.
ശരി, അപ്പോൾ അതാണ് കള്ളക്കടൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു